ഒരിക്കൽ കൂടെ നിങ്ങളുടെ മധ്യനായിരിക്കാൻ ലഭിച്ച അവസരം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise and thank God for the one more opportunity God has extended for us to be here tonight. Praise the Lord. Praise the Lord. ഏതൊരു വിഷയവും പഠനത്തിൽ കൂടെയാണ് നമ്മൾ ബോധവൽക്കരിക്കപ്പെടേണ്ടത്. Any subject can be conquered, become knowledgeable by studying it in detail. Praise the Lord. Praise the Lord. ഈ വചന ശുശ്രൂഷകൾ വീഡിയോയിൽ പകർത്തി മറ്റുള്ള ജനങ്ങൾക്ക് കേൾക്കത്തക്ക നിലയിൽ യൂട്യൂബിൽ കൊടുക്കുവാൻ സന്നദ്ധനായി ഒരു സേവന ശുശ്രൂഷയായി നമ്മുടെ മധ്യത്തിൽ ഇന്ന് രാത്രിയിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലും ഞങ്ങളെക്കാൾ നേരത്തെ ഇവിടെ വന്ന കാര്യങ്ങൾ ക്രമീകരിച്ച കർത്താവിന്റെ ദാസൻ ഐസക് ജോൺ ഒലിവ് ഗാർഡൻ മിനിസ്ട്രീസിന്റെ ഡയറക്ടർ കർത്തദാസനോടും ഫാമിലിയോടുമുള്ള സ്നേഹ വന്ദനം ഞാൻ അറിയിക്കുന്നു. I wish to extend my loving greetings especially to Pastor Isaac John, the director of Global Ministries, who has put this video on YouTube all these nights. Thank you, Jesus. Pastor John Thomas അനുഗ്രഹീത ശുശ്രൂഷ ചെയ്യുന്ന സൗത്ത് വെസ്റ്റ് ചർച്ച് ഓഫ് ഗോഡ് ഇങ്ങനെ ഒരു ക്രമീകരണം ഈ ഹൂസ്റ്റൺ പട്ടണത്തിൽ ചെയ്തതിൽ കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും ഈ സഭയോടുമുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. I also wish to extend my greetings and my thanks and my gratitude to Pastor John Thomas and family from the Southwest Church of God. Amen. എല്ലാവരും സ്തുതിച്ചാൽ Can we all praise God? എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുന്നു. Everyone must remain joyful and happy. Amen. നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. You must remain happy. എല്ലാവരും ചിരിച്ചാട്ടെ. Can you all smile? Amen. എന്നോട് Are you all unhappy with me? Please make it aside. I will go in a few days. Praise the Lord. Praise the Lord. എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് നല്ല നൈറ്റ്. Please relax in the presence of God. Glory. Hallelujah. ഈ 3-4 ദിവസത്തെ ക്ലാസ്സിലും തുടർച്ചയായി വന്ന മുഖങ്ങൾ ഞാൻ കാണുന്നു. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise and thank God for the regular faces that have attended for all 4 days. എല്ലാ ദിവസവും വന്ന് സംബന്ധിക്കാൻ കഴിയാതെ പോയവരുണ്ട്. There are people who were unable to attend all the days. ഇന്നലെ സംബന്ധിച്ച പലരും ഇന്നില്ല. Those who attended yesterday are not here today. ഉണ്ടായിരുന്ന പലരും ഇന്നില്ല. And those who were in the first day are not here also. ഉണ്ടായിരുന്ന പലരും ഇന്നില്ല. And those who were here the day before yesterday are not here either. പല മേഖലയിൽ നിന്ന് പലരും വന്ന് ഈ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്ത് പോയതിൽ വളരെ സന്തോഷമുണ്ട്. But I'm extremely happy that people have attended this class from different backgrounds. Praise the Lord. Praise the Lord. Hallelujah. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Let God help us and bless us. Praise the Lord. Praise the Lord. ഞാൻ മുഖവരിയിൽ പറഞ്ഞു വന്നത് വേദപുസ്തക അടിസ്ഥാന ഉപദേശങ്ങളിൽ ദൈവദാസന്മാർ ഉറച്ചു നിൽക്കണം. Like I said in my salutations and my greetings, the men of God need to stand strong and founded in the Word of God. ഒരു വിശ്വാസി തെറ്റായ ഒരു നിലപാട് എടുത്താൽ പോലും pastor വചനത്തിൽ ഉറച്ചു നിൽക്കണം. Even if a believer falls to false doctrine, a pastor must stand firm in sound doctrine. ഒരിക്കലും ആ വ്യക്തിയുമായിട്ട് നിരക്കുവാൻ പാടില്ല. He must never fall to sway to that unbeliever or that സഭയ്ക്ക് ഷേപ്പ്ലെസ് ഉണ്ടാകുന്നത്. And that is when this church distorts its doctrine. വരുന്നവർ ചിലപ്പോൾ പല കാഴ്ചപ്പാടുള്ളവരായിരിക്കാം. Those who come and have different perspectives. എന്നാൽ പാസ്റ്ററുടെ കാഴ്ചപ്പാട് ദൈവവചനത്തിൽ അധിഷ്ഠിതമായിരിക്കും. But the perspective of a pastor is rooted in the Word of God. അമേരിക്കയിലെ ദൈവദാസന്മാർ പൊതുവെ ഇന്നത്തെ നിലപാടുകളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടവരാണ്. All the men of God in America are supposed to bring a change about the perspective. മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിച്ചെങ്കിലേ ജനം മാനസാന്തരപ്പെടും. The people will repent only if they have preached about repentance. വിശ്വാസ സ്നാനത്തെക്കുറിച്ച് പ്രസംഗിച്ചെങ്കിൽ മാത്രമേ ജനം വിശ്വാസ സ്നാനത്തിനെ കുറിച്ച്. And the people will submit to a believer's baptism only if that subject is preached. അഭിഷേകത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് മാത്രമേ ജനം അഭിഷേകത്തിന് കാത്തിരിക്കുകയുള്ളൂ. And the people will wait for an anointing only if that subject is preached. വേർപാടിനെക്കുറിച്ച് പ്രസംഗിക്കുന്നിടത്താണ് ജനം വേർപാട് വിശുദ്ധിയും ആചരിക്കുന്നത്. And the people will follow separation and sanctity only if that subject is preached. ഓരോ ഉപദേശവും പ്രസംഗിക്കുന്നിടത്താണ് ജനത്തിന് ബോധവൽക്കരണം കിട്ടുന്നത്. And it is upon preaching or discussion of these topics that the people come to know what they're about. ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളും ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്താൽ ജനത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. And all topics, whether they be small or great, if they're taught, there will be a change in the people. പക്ഷേ ഇത് പ്രസംഗിക്കാതിരുന്നാൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുകയില്ല. But if these are not discussed or preached, there won't be any change. ആയതുകൊണ്ട് ദൈവദാസന്മാർ തങ്ങൾ വിശ്വസിച്ചതും പഠിച്ചതും
ഉൾക്കൊണ്ടതുമായ ദൈവവചനത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ജനത്തെ ബോധവൽക്കരിച്ച് ക്ലാസുകൾ എടുക്കുവാനും പ്രസംഗിക്കുവാനും തയ്യാറാണ്. And hence the men of God must always be prepared to teach what they have learned and believe firmly. Praise the Lord. Praise the Lord. എന്റെ അമേരിക്കൻ സന്ദർശനം 87 ഞാൻ ആരംഭിച്ചതാണ്. I began my tour to America in 1987. അനേക പ്രാവശ്യം ഈ രാജ്യത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിൽ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. And I have traveled many states in this country. 97 ഞാൻ ചിക്കാഗോയിൽ കേരള എക്സ്പ്രസ് നടത്തുന്ന ദേവദാസന്റെ ഭവനത്തിൽ ഒരു മീറ്റിംഗിൽ ഞാൻ പ്രസംഗിക്കുകയായി. And one time in 97 I went to the house of a man who ran the Kerala Express in Chicago. അന്ന് എന്റെ പ്രസംഗ വിഷയം വിശുദ്ധീകരണം സംബന്ധിച്ചുള്ള ഒരു ദൂതായിരുന്നു. And my topic of the sermon was holiness and sanctity. വേർപാട് സംബന്ധിച്ചും ശുദ്ധീകരണം സംബന്ധിച്ചും ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. And it was chiefly about separation and holiness. നല്ലൊരു കൂട്ടം ജനം അവിടെ കൂടിയിരുന്നു. And there was a large crowd there. 1.5 മണിക്കൂർ എനിക്ക് പ്രസംഗിക്കുവാൻ വേർതിരിച്ചു തന്നു. And they separated time of an hour and a half for me to preach. പാസ്റ്റർ കുഞ്ഞപ്പൻ വർഗീസ് ആയിരുന്നു അന്നത്തെ പാസ്റ്റർ. And the pastor then was Kunyapan Verghese. അന്ന് ഞാൻ 1.5 മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ And when I preached for an hour then, വചനത്തിന്റെ വേർപാടിന്റെ വിഷയമാണ് ഞാൻ ശക്തമായി ഊന്നി കൊടുത്തത്. and I gave the sermon powerfully about separation. പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് കടന്നു വന്ന ഒരു സഹോദരി ഇരുന്ന ഇരിപ്പിൽ തന്നെ തന്റെ കാതിലും തന്റെ കഴുത്തിലും തന്റെ കയ്യിലും ഉണ്ടായിരുന്ന ആഭരണങ്ങൾ മാറ്റം ചെയ്തതായി ഞാൻ കണ്ടു. During the sermon, a woman who had come from Tamil Nadu removed her jewelry as a sign of adherence to the preaching. അവള് ഇരുന്ന് ചലിക്കുന്ന കണ്ട് ഞാൻ കൂടെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. And I was watching her move during the sermon. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. And I came to understand what she was doing. അതൊരു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് ഭദ്രമായി ബൈബിളിനകത്ത് അവൾ ഭദ്രമാക്കി വെച്ചു. And she wrapped her jewelry in a piece of tissue and kept it in the Bible. ആമേൻ. ഇത്രയും സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ സഹോദരിയെ ഫോക്കസ് ചെയ്തു. And after this much, I focused on her. എന്റെ പ്രസംഗം ഞാൻ നിർത്തി. I stopped my sermon. ഞാൻ ചോദിച്ചു, സിസ്റ്റർ, നിങ്ങളിൽ ഏതോ ഒരു വലിയ മാറ്റം ഉണ്ടായത് ഞാൻ മനസ്സിലാക്കുന്നു, എഴുന്നേറ്റ് പറയുവാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു. I said to her, dear sister, some great change has definitely occurred in you. Do you have the courage to stand up and speak it? ആ സീൻ ഇന്നത്തെ പോലെ എന്റെ ഓർമ്മയിലും എന്റെ കാഴ്ചയിലുമുണ്ട്. And that memory is seared, and I can recall it even now. വർഷങ്ങൾ 10-13 കടന്നുപോയെങ്കിലും ഞാൻ മറന്നിട്ടില്ല. I can never forget even the 33 years have passed. Praise the Lord. ആ സഹോദരി ചാടി എഴുന്നേറ്റ് തന്റെ സാക്ഷ്യം പറഞ്ഞു. And the sister jumped up and gave her testimony. അവൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയാം. And I wish to relate the testimony just as she said. ഞാൻ മദ്രാസിൽ പാസ്റ്റർ ഡി മോഹന്റെ കൈകീഴിൽ സ്നാനമേറ്റ ഒരു സഹോദരിയാണ്. She said, I was baptized at the hands of Pastor D. Mohan. ഞാൻ സ്നാനം നിൽക്കുമ്പോൾ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, ഞാൻ ആഭരണങ്ങൾ മാറ്റണമോ എന്ന് ചോദിച്ചു. When I was baptized, I asked the pastor if I had to remove my jewelry. എന്നോട് പറഞ്ഞു, ആഭരണം ഇട്ടാലും കുഴപ്പമില്ല, അങ്ങനെയുള്ളവരൊക്കെ ഞാൻ സ്നാനപ്പെടുത്തുമെന്ന് എന്നെ ധൈര്യപ്പെടുത്തി. And the pastor told me that I baptize people with ornaments and it's not an issue. ഞാൻ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആഭരണം മാറ്റുമായിരുന്നു. And she said to me that if he told me otherwise, I would have surely removed my jewelry. സ്നാനപ്പെടുത്തുവാൻ തയ്യാറായതുകൊണ്ട് ഞാൻ ആ നിലയിൽ തന്നെ സ്നാനപ്പെട്ടു. But I was baptized with jewelry because he approved it. അന്ന് മുതൽ എനിക്കൊരു വലിയ കുറ്റബോധം ഉണ്ടായിരുന്നു. And so I had a very guilty conscience since then. ശരിയല്ലല്ലോ എന്നൊരു കുറ്റബോധം എനിക്കുണ്ടായിരുന്നു. This is not right, and so I felt guilty about it. പക്ഷേ അധികം പേരും ഇത് സംബന്ധിച്ചുള്ള പ്രസംഗങ്ങൾ ഞാൻ കേട്ടിരുന്നില്ല. But I have not heard many sermons about this. എന്നാൽ ഇന്ന് രാത്രി ദേവദാസൻ വേർപാടിന്റെയും വിശുദ്ധിയുടെയും ദൂതെടുത്ത് സംസാരിച്ചപ്പോൾ ഈ വിഷയം ഊന്നി പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ശക്തമായി ക്രിയ ചെയ്യുന്നു പറഞ്ഞു. But when the Spirit of God talked to me that night, especially when the man of God talked about holiness and separation, വീട്ടിൽ ചെന്നാൽ എനിക്കൊന്ന് ചേഞ്ച് ചെയ്യുവാൻ കഴിയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നതിനാൽ ഇവിടിരുന്ന് അത് മാറ്റി ഞാൻ എന്റെ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുകയായിരുന്നു. And the lady said that she was frightened if she could doubted if she could change her jewelry at home, so she changed this prayer. ശുദ്ധിയുള്ള വചനത്താൽ നിങ്ങൾ ശുദ്ധരായി. You must be holy by the powerful word. ശുദ്ധിയുള്ള വചനം പ്രസംഗിക്കുന്നിടത്ത് മാത്രമേ ജനത്തിന് ശുദ്ധി ഉണ്ടാകുകയുള്ളൂ. Holy people can become holy only if the holy word is preached. എന്റെ പ്രസംഗം ഈ 365 ദിവസവും വിടുതലും സൗഖ്യമാണെങ്കിൽ ജനം അതിൽ ഫോക്കസ് ചെയ്തു നിൽക്കും. If my sermons are about deliverance and healing, then that is what the people will focus about. ശക്തമായ ഉപദേശം പറയുന്നിടത്ത് ജനം ശുദ്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. And where strong word is given, the people will turn to holiness. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അമേരിക്കയിലെ സകല ദൈവദാസന്മാരും തങ്ങളുടെ നിലപാട് ചേഞ്ച് ചെയ്യണം. And that is why all the men of God in America must change their mindset to respect it. ശ്രദ്ധിക്കുന്ന സകല
പാസ്റ്റേഴ്സും നിലപാട് ചേഞ്ച് ചെയ്യണം. And all the pastors who are concentrating on me through YouTube must change their perspective. തങ്ങൾ വിശ്വസിച്ചതും പഠിച്ചതും ആയ ഒരു കാലഘട്ടത്തിൽ ശക്തമായി പ്രസംഗിച്ചതുമായ ദൂതുകളും പഠനങ്ങളും അവർ പുനരാരംഭിക്കണം. They must continue or reinstate the word of God they once learned to practice so properly in the past. Hallelujah. ആയതുകൊണ്ട് സഭയിലുള്ളവരെ അടിച്ചോടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. I did not mean that you must drive away the people in your church. കേൾക്കുന്നവരിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ശുദ്ധീകരണത്തിന്റെ പ്രക്രിയ നടക്കും. But those that word of God will make a great change today or tomorrow for those who hear it. യേശു കർത്താവ് വരുന്നത് ഒരു വലിയ സമൂഹത്തെ കൊണ്ടുപോകാനല്ല. The second advent of Christ is for taking a great crowd away. അങ്ങനെ ആരും ധരിക്കരുത്. Let no one think that. യേശു വരുന്നത് ശുദ്ധയും നിഷ്കളങ്കയും വട്ടവും മാലിന്യവും കറയും ചുളുക്കമില്ലാത്ത ഒരു മണവാട്ടിയെ വേളി കഴിപ്പാനാണ് യേശു മധ്യാകാശത്തിൽ വരുന്നത്. But Jesus is coming only to take away a pure, holy, sanctified, and a very proper bride that He has prepared for Himself. And it might not be a great crowd. അതുകൊണ്ട് തന്നെയാണ് വചനത്തിൽ പറയുന്നത് രണ്ടുപേർ വയലിൽ ആയിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ കൈവിടപ്പെടും. That is why the word of God says, while two people are in the field, one will be taken away and left behind. ഒരാൾ എടുക്കപ്പെടും, ഒരാൾ കൈവിടപ്പെടും. While two are grinding in the mill, one will be taken away and another left behind. പെന്തക്കോസ്തുകാരെല്ലാം കർത്താവിന്റെ വരവിൽ പോകത്തില്ല. All the Pentecostals today will not go with Christ in the second coming. പോകുന്ന ഒരു ശേഷിപ്പുണ്ട്. But there will be a remnant that will be going. വേർപാടിന് വേണ്ടി നിൽക്കുന്നവരാണ്. It will be those who stand for holiness and separation. ഞാൻ പോകുമെന്ന് ഉറപ്പുള്ളവരൊക്കെ ദൈവത്തെ സ്തുതിച്ചേ. Let those who are strong and will go raise their hands. When my roll is called, I will be there. How many are certain about that? Can we cross for God? And we lift our voices to God. Praise the Lord. നമുക്ക് വീണ്ടും വചനത്തിലേക്ക് മടങ്ങി വരാം. Let's come back to the word of God. 2 പത്രോസ് 3:9 വാക്യം ആരെങ്കിലും ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. If anyone from the audience can read 2 Peter chapter 3 verse 9. Praise the Lord. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ആമേൻ. Praise the Lord. Praise the Lord. ഈ വചനത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Let us praise and thank God for this verse. ഒരു കാര്യം കൂടെ ഞാൻ പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിക്കട്ടെ. And I wish to emphasize one more thing. വേദപുസ്തക ഉപദേശം സംബന്ധിച്ചും വേർപാട് വിശുദ്ധിയെ സംബന്ധിച്ചുള്ള ലേഖനങ്ങൾ വായിക്കുവാനും മറ്റും നിങ്ങൾക്ക് നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും പുറപ്പെടുന്ന ഒരു വാർത്താപത്രികയുണ്ട്. യുഗാന്ത്യ സന്ദേശം എന്നാണ് അതിന്റെ പേര്. നിങ്ങൾക്ക് ഇമെയിൽ കൂടെ അത് ലഭിക്കും. അത് തന്നാൽ ഇമെയിലിൽ കൂടെ എല്ലാ മാസവും 5-ാം തീയതിക്കും 10-ാം തീയതിക്കും ഇടയ്ക്കുള്ള ടൈമിൽ നിങ്ങളുടെ നെറ്റിൽ ആ പത്രം നിങ്ങൾക്ക് വായിക്കാം. അതല്ല എങ്കിൽ വെബ്സൈറ്റിൽ അത് നിങ്ങൾക്ക് വായിക്കാം. ysandesham.com. There is a special newsletter called Dispensation News, or News of Dispensations, that talks in depth about holiness and separation from the epistles, and I wish all of you to read that. They're released the 5th and 10th of every month. Praise the Lord. Hallelujah. എല്ലാവരും കുറിച്ചിട്ടേക്കണം ysandesham.com. Let everyone note that down. It's called ymessage.com. ysandesham.com. Literally in the Malayalam, ysandesham.com. Praise the Lord. സ്തോത്രം. ഞാൻ പറഞ്ഞതുപോലെ ഇംഗ്ലീഷീകരിച്ചതാണ്. പക്ഷേ ysandesham.com അടിച്ചു നോക്കിയെങ്കിലേ നിങ്ങൾക്ക് പത്രം കിട്ടുകയുള്ളൂ. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചാട്ടെ. അതിനോട് കൂടെ തന്നെ സുവിശേഷനാഥ മാസികയിൽ ലിങ്ക് ചെയ്ത് നിങ്ങളുടെ നെറ്റിൽ വരും. And similarly, there is Civilization a monthly newsletter that comes with that same title. ദൈവസഭയുടെ നാവായ മാസികയാണ്. അത് ഈ പത്രത്തോട് കൂടെ ലിങ്ക് ചെയ്ത് അതേ വെബ്സൈറ്റിലും ഇമെയിലിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. And that newsletter is also linked to this other newsletter, and both are available on the website and in the monthly edition. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിലിൽ തന്നാൽ ഇമെയിലിൽ കൂടെ അത് ലിങ്ക് ചെയ്തിട്ട് വെബ്സൈറ്റിൽ ചിലപ്പോൾ കാണുകയില്ല. അതിനൊക്കെ ysandesham.com യുഗാന്തി സന്ദേശം മാത്രമേ വായിക്കുവാൻ കഴിയുള്ളൂ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. And I wish to emphasize that if you're able to access the website, you send your emails and you will read about Uganda Sandesham in your email. എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. Can I have your എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് ഇച്ഛിക്കുന്നു. God desires that everyone repent. കർത്താവിന്റെ വരവ് താമസിക്കുന്നത് ഒരാൾ കൂടെ മാനസാന്തരപ്പെടേണ്ടതിനാണ്. The Lord's advent is delayed so that one person might repent.
സുവിശേഷം എല്ലായിടത്തും അറിയപ്പെടണം. The gospel must be preached everywhere. Praise the Lord. യേശു കർത്താവിനെ ഇന്ന് അറിയാത്തവർ വളരെ ചുരുക്കമാണ്. A few people only know that do not know about the gospel.